പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടീ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടീ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ ഭരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സ്തുത്യനുമെന്നെന്നും
നിൻ മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ തലമുറ തലമുറയോ യോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. പുറപ്പാടിൻ്റെ പുസ്തകം എന്നുള്ള വായന, അധ്യായം 33, 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരു ഇടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ,
വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിന്റെ സാക്ഷികൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം തിരഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ അവന്റെ ശക്തി പ്രഭാവത്തിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രവാസിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിന് ഉള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ ഇന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥന്റെ തിരുമുൻപിലായി സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. Hallelujah, 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 hallelujah. നമുക്ക് സദാപുറവും നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 1:45 മുതലുള്ള തിരുവചനങ്ങൾ. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയും നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ,
ഇന്ന് ദനഹായുടെ ആദ്യ ഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായാണല്ലോ, അതോടൊപ്പം പ്രത്യക്ഷീകരണവുമാണ് ഈ ദനഹ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുക. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ ത്രിത്വത്തെ ഈ ലോകത്തിന് മുൻപിൽ വെളിവാക്കപ്പെട്ടതും ഈ ദനഹായിലാണ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ മേൽ ഇറങ്ങി വരുന്നുവെന്നും സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ തിരുനാളിൻ്റെ ഒരു നന്മയാണ്, അല്ലെങ്കിൽ ഈ തിരുനാളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന വചന ഭാഗവുമായിരുന്നു. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് നടത്തുന്ന ഒരു ദൈവവിളിയെ കുറിച്ചാണ് നമ്മൾ പറയുക. അതിൽ ഫിലിപ്പോസിനെ വിളിച്ച് അതിനുശേഷമാണ് ഈ നഥാനയേലിനെ വിളിക്കുക. നഥാനയേലിനെ ദൈവം ഒരിക്കലും നേരിട്ട് പോയി വിളിച്ചതല്ല. നഥാനയേൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നവനാണ്. നഥാനയേലിന്റെ മറ്റു നമ്മൾ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ അവരായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് അവരെ വിളിക്കുക. വള്ളത്തിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരുന്ന മനുഷ്യരെ വിളിക്കുന്ന കർത്താവ്, ചുങ്കസ്ഥലം ഇരുന്ന് ചുങ്കം പിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിളിക്കുന്ന കർത്താവ്, അങ്ങനെ അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന സമയത്താണ് ദൈവം വിളിക്കുന്നത്. പക്ഷേ നഥാനയേലിനെ ദൈവം വിളിക്കാനായിട്ട് കാരണം നഥാനയേലിനെ ഫിലിപ്പോസ് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഫിലിപ്പോസാണ് നഥാനയേലിനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും പലപ്പോഴായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതും നമ്മൾ ധ്യാനിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മിലൂടെ എത്ര പേര് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നടത്താനുള്ളൊരു സമയമാണ്. നമ്മിലൂടെ എത്ര പേര് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഫിലിപ്പോസ് എന്നുള്ളത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ്. ഗ്രീക്കുകാര് കർത്താവിനെ തേടി വന്നു. നമ്മൾ അൽഫോൻസാമയുടെ തിരുനാൾ വായിക്കുന്നുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് അനേകായിരങ്ങൾക്ക് ജീവൻ നൽകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രീക്കുകാര് കർത്താവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ കൊണ്ടുപോയ ആളുടെ പേര് ഫിലിപ്പോസാണ്. ഫിലിപ്പോസിന്റെ അടുത്താണ് ഇവർ വന്ന് പറയുക. പ്രിയമുള്ളവരെ, നമ്മിലൂടെ എത്ര പേര് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് ഒരു ആത്മപരിശോധന ചെയ്യാം. സുവിശേഷത്തിൽ കണ്ടുമുട്ടിയ ഫിലിപ്പോസ് എന്ന മനുഷ്യൻ നഥാനയേലിനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചവനാണ്. ഗ്രീക്കുകാരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചവനാണ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് എത്ര പേരെ അടുപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടുപ്പിക്കുന്നുണ്ട്? ഇതിനപ്പുറത്തുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എത്ര പേരെ അടുപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം പരിശോധിക്കാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ഈ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തി എന്നുള്ളത് നഥാനിയേലാണ്. നഥാനിയേല് എപ്പോഴാണ് ദൈവത്തിൽ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ കാര്യമാണ്. ഇവൻ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് വചനം പഠിക്കുന്ന സമയത്താണ് നഥാനിയേലിനെ ദൈവം വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നഥാനിയേലിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അല്ലേ? ഇപ്പൊ നമ്മളിവിടെ വരണേക്കാൾ മുമ്പ് പറയാം, മുനിപ്പാറ എന്നുള്ള ഭീകരമായ ഒരു ദേശമാണെന്ന് നിങ്ങൾ തന്നെ പണ്ട് പറയാറുണ്ട്. അത് ഒരു പ്രാക്ടിക്കൽ നോളജ് അല്ല. ഇവിടെയുള്ളവരെ നിഷ്കളങ്കമാരും സ്നേഹം നിറഞ്ഞവരല്ല, അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചില തിയററ്റിക്കൽ നോളജ് ഉണ്ട് ഓരോ വ്യക്തിയെ കുറിച്ചും. തിയററ്റിക്കൽ നോളജ്, ഈ തിയററ്റിക്കൽ നോളജ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അത് പലരിലൂടെയാണ്. പറഞ്ഞ് ചില നോളജ് നമ്മൾ സൃഷ്ടിക്കുകയാണ്, തിയററ്റിക്കൽ നോളജ്. പക്ഷേ ഈ തിയററ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ നോളജും എന്നുള്ളത് രണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത നഥാനിയേൽ പറയുന്ന കാര്യം എന്താണ്? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഇതിനേക്കാൾ ഒരു വലിയ നന്മ നസ്രത്തിൽ നിന്നല്ല, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, തിയററ്റിക്കൽ നോളജ് തെറ്റായി പോകാം, പ്രാക്ടിക്കൽ നോളജാണ് കൂടുതൽ ഈ മനുഷ്യന്റെ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. തിയററ്റിക്കൽ നോളജിനേക്കാൾ പ്രാക്ടിക്കൽ നോളജ് അനുസരിച്ച് കർത്താവ് എന്ന വ്യക്തിയേക്കാൾ വിശുദ്ധനായ നന്മയുള്ള മറ്റൊരു വ്യക്തി ലോകത്തിന്റെ ഒരു കോണിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
ഈ വചനം വായിച്ച് 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 മനസ്സിലാക്കിയിരുന്ന വചനത്തെ ആഴത്തിൽ ബുദ്ധിയിലേക്ക് മാത്രം കയറ്റിയ നഥാനിയേൽ നടത്തുന്ന ഒരു വാക്കാണ് ഈ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകോ. ഈശോ നസ്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്, നമുക്കറിയാലോ. പക്ഷെ അവന്റെ നോളജ് തെറ്റിപ്പോയി. അപ്പൊ ഒരു അനുഭവ തലത്തിലേക്ക് കൂടി വിശ്വാസം കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാവുക എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് കുറെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നമ്മൾ നേടിയിട്ടുണ്ട്. ഈശോയെ കുറിച്ച് അറിവ് നേടിയിട്ടുണ്ട്, വചനത്തെക്കുറിച്ച് അറിവ് നേടിയിട്ടുണ്ട്, സഭയെക്കുറിച്ച് അറിവ് നേടിയിട്ടുണ്ട്. പക്ഷേ ഈ അറിവിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരണം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കണം, പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കണം. അങ്ങനെ അനുഭവ തലത്തിൽ നിന്ന് കർത്താവിനെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് ഒന്ന് തിരിച്ചറിയുണ്ട്. മൂന്നാമതായിട്ട് ഈ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന നഥാനിയേലാണ്. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഈ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക ഫ്രീ ടൈമിൽ ഇരുന്ന ഒരു സമയമായിരിക്കും. എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അതൊക്കെ ചെയ്ത് നടന്നേനെ. ഫ്രീ ടൈമിൽ ഈ മനുഷ്യൻ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു എന്നാണ് പറയുക. അത് ഫ്രീ ടൈം അല്ല എന്ന് വചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. പണ്ട് നമുക്കറിയാം, ഈ നമ്മളുടെ ജ്ഞാനം കിട്ടിയത് ബുദ്ധൻ ബോധിധർമ്മന് അറിവ് കിട്ടിയത് ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന സമയത്താണ്. ഓക്സിജന്റെ ഒക്കെ അളവ് കൂടുതലാണ് ആൽമരത്തിന്റെ ചുവട്ടിൽ. അതൊരു നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ വചനം വായിക്കാനായിട്ട് സ്വതന്ത്രമായി വായിക്കാനായിട്ട് ഇരിക്കുന്നവര് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അത്തിമരത്തിന് ചുവടാണ്. നമുക്കറിയാം, നല്ല തണലാണ്, നല്ല കൂളിംഗ് ഉണ്ടാവും, നല്ല ഇലകളുണ്ട്, ഓക്സിജന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലാണ് നമുക്കറിയാം. അവൻ അവിടെ ഇരുന്ന് വചനം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. നമ്മുടെ പോലെ പള്ളികൾ അങ്ങനെയൊന്നും ഇല്ല, സിനഗോഗ് ആണുള്ളത്. അപ്പോൾ അവൻ വചനം വായിക്കാനായിട്ട് താല്പര്യം കാണിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ കിട്ടുന്ന ചൊരുങ്ങിയ സമയങ്ങളിലെല്ലാം വചനം വായിക്കാനുള്ള ഒരു മനസ്സ് അവൻ കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു അത്തിമരം ഉണ്ടെങ്കിൽ ആ അത്തിമരം സാധാരണ നമ്മൾ എന്തിനുപയോഗിക്കും? വട്ടം കൂടിയിരുന്ന ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. നമ്മളുടെ ഈ പന്തുലക്കാരനച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ള അത്തിമരം, ചായക്കട, മതിലുകൾ, അരമതിലുകളൊക്കെ ഉള്ള സ്ഥലം അങ്ങനെയാണ്. പക്ഷേ അതിനപ്പുറത്ത് ചില ദൈവികമായ ജ്ഞാനങ്ങളെ പങ്കുവെക്കാനുള്ള ചില സ്ഥലങ്ങളായിട്ട് നമ്മൾ ചില കാര്യങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് ഈശോ പറയുകയാണ്. വചനം പറയുന്നു, അവൻ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് വചനം പഠിച്ചു, ഈശോയെ പഠിച്ചു, ഈശോയെ പങ്കുവെച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില അത്തിമരങ്ങൾ ഉണ്ടാകണം. കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണുന്ന ഒരു സമയമുണ്ട്. ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ആ യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈശോ പറയണം, പ്രിയപ്പെട്ട മകനെ, നീ അന്ന് ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് എന്നെ തേടിയപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. നീ നിന്റെ വീടിന്റെ കതകടച്ച് സ്വസ്ഥമായി വചനം കയ്യിലെടുത്ത് നീ വായിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരുന്നതാണെന്ന് നമ്മെ നോക്കി നഥാനിയേൽ എന്ന പോലെ കർത്താവിന് പറയാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഫിലിപ്പോസ്, നഥാനിയേൽ, അത്തിമരത്തിന്റെ ചുവട്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്നും സാക്ഷ്യം ലഭിച്ച മിശിഹായേ, കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ച മിശിഹായേ, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായേ,
നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കാഴ്ച സമർപ്പണത്തിന്റെ സമയത്താണ് അവരുടെ വ്രത നവീകരണം നടത്തുക. നമ്മുടെ ബഹുമാനപ്പെട്ട 4 സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ കാഴ്ച സമർപ്പണ വേളയിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം ആദനും അതുപോലാത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്ദിക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിതിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമ്പോൾ ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും മനതാവത്തോടും വിശുദ്ധോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഉടൻഷിക്കപ്പെടുന്നതിനെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം യാക്കോബെന്നിവർദ്ധൻ ദൈവമേ നിത്യം ആരാധ്യൻ.
അഖില ചരാചരകർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും
അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ പിതാവിനും അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ മുശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവനു വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മക്കളില്ലാത്ത ദമ്പതികൾക്കും വിവാഹപ്രായമായിട്ടും വിവാഹന്തസ്വലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവർക്കും കടബാധ്യതയിലും സാമ്പത്തിക തകർച്ചയിലും കഴിയുന്ന കുടുംബങ്ങൾക്കും കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന എല്ലാ സഹോദരങ്ങൾക്കും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവന്ന ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ, സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ ശിഖരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവം അങ്ങയുടെ തിരുക്കല്ലരുടെ സദൃശ്യമടുത്ത സിംഹാസനവുമായി പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചകങ്ങളായ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ,
നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം മണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം മണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന സ്നേഹമേ ആരാധന. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമലുമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും മധ്യാദനങ്ങളോടെ സമർപ്പിക്കാം. അനിതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കഥം പറഞ്ഞ് നർമ്മൻസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എല്ലാവർക്കും എഴുന്നേറ്റ് നീശ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തെ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും
എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുതിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുളമായി യോഗ്യരാകപ്പെടാൻ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യ ജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുധനെ യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി പാവനരക്ത ശരീരത്താൽ മാനവ പാപം നീക്കി മുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾ കാശീസേകട്ടെ. നരരെ ദൈവിക സുധരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ കാത്തു നയിക്കും റൂഹാതൻ ശക്തിയുമൻപും ചൊരിയട്ടെ. ജീവനേഴും തിരുശ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴുമേ എപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഉപരിൽ അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.